ഈ ചൂരൽമലയിൽ ഇനിയും രക്ഷാ ദൗത്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി പേരുണ്ടോ കമൽ? ചൂരൽമലയിൽ അത്തരത്തിൽ ആളുകൾ അങ്ങനെ വിളിച്ച് അഭ്യർത്ഥിച്ച ആളുകളെയൊക്കെ രക്ഷിച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ, പരിക്കേറ്റ് കിടക്കുന്നുണ്ടോ എന്നുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ചൂരൽമലയിൽ നിന്ന് പുഴയോരത്തുകൂടെ മുകളിലേക്കുള്ള ഭാഗങ്ങളിലൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു. അവിടേക്കൊക്കെ രക്ഷാപ്രവർത്തകർ എത്തുന്നതേ ഉള്ളൂ. ഇനിയും ഒരുപാട് സ്ഥലത്ത് അത്തരത്തിൽ തിരച്ചിൽ നടത്താറുണ്ട് എന്നാണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം. എന്താണെങ്കിലും വലിയ ഒരു ദുരന്തം തന്നെയാണ്. ഈ 1 മണിയോടുകൂടിയാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത്. പക്ഷേ അതിന്റെ ആഘാതം അതിനുശേഷം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പൊട്ടലാണ് ചൂരൽമലയെ വളരെ ഗുരുതരമായി ബാധിച്ചത്. ഏതാണ്ട് 4 മണിയോടെയാണ് ചൂരൽമലയിൽ ഈ ദുരന്തം ഉണ്ടാകുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. വെള്ളാർമല ഹൈസ്കൂളിന്റെ കെട്ടിടമടക്കം തകരുന്ന രീതിയിൽ ഉരുൾപൊട്ടി പാറക്കല്ലുകളും മരങ്ങളും ഒഴുകി എത്തുകയായിരുന്നു. നിരവധി വീടുകളാണ് തകർന്നത്. നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. ചൂരൽമല ടൗൺ ഒന്നാകെ മണ്ണ് മൂടുന്ന അവസ്ഥയുണ്ട്. കെട്ടിടങ്ങൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ച് ടൗണിനെ തന്നെ തുടച്ചു നിൽക്കുന്ന രീതിയിലാണ് ഉരുൾപൊട്ടി വന്നത്. അതോടൊപ്പമാണ് ഈ ചൂരൽമല ടൗണിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന പാലം ഒലിച്ചു പോയത്. അങ്ങനെയാണ് ഈ മുണ്ടക്കൈയിലേക്കുള്ള ആക്സസ് ഇല്ലാതായത്. രാവിലെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് മുണ്ടക്കൈക്ക് പോകാൻ കഴിയില്ല, പാലം ഒഴുകിപ്പോയി എന്നുള്ളത്. അത് ഇപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. NDRF സംഘം അവർ വടമൊക്കെ ഉപയോഗിച്ച് അപ്പുറത്ത് എത്തിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ആളുകളെ പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ ആ മാർഗം പുനഃസ്ഥാപിച്ചേ പറ്റുകയുള്ളൂ. അതിനാണ് സൈന്യത്തിന്റെ സേവനം പ്രധാനമായും രാവിലെ മുതൽ ആവശ്യപ്പെടുന്നത്. സൈന്യം ഉടനെ എത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. എന്താണെങ്കിലും ചൂരൽമല ഭാഗത്ത് രക്ഷാപ്രവർത്തനം വളരെ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. മുണ്ടക്കൈയിലെ വിവരങ്ങൾ, മുണ്ടക്കൈയിൽ NDRF എത്തിയ ശേഷമുള്ള വിവരങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ലഭ്യമാക്കേണ്ടത്. കമൽ, ഇവിടെ നിന്നും മന്ത്രിമാരുടെ സംഘം അങ്ങോട്ടേക്ക് ഹെലികോപ്റ്ററിൽ പുറപ്പെടാൻ തയ്യാറെടുത്തതാണ്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയിൽ അത് എങ്ങനെ സാധ്യമാകുമെന്നൊരു ആശങ്കയിലാണ്. റോഡ് മാർഗമാണെങ്കിലും അധികം സമയമെടുക്കും. മാത്രമല്ല റോഡൊക്കെ പല സ്ഥലങ്ങളിലായി മണ്ണിടിച്ചിൽ വന്ന ഗതാഗത തടസ്സം നേരിടുന്ന ഒരു സന്ദർഭവുമാണിപ്പോൾ. ഹെലികോപ്റ്ററിൽ വരികയാണെങ്കിലും കൽപ്പറ്റയിലോ മേപ്പാടിയിലോ ലാൻഡ് ചെയ്ത ശേഷം റോഡ് മാർഗം വേണ്ടിയും ചൂരൽമലയിലോ മുണ്ടക്കൈയിലോ ഹെലികോപ്റ്റർ ഇറക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അത് എങ്ങനെയെങ്കിലും സാധ്യമാകുമോ എന്ന് അവർ പരിശോധിക്കുന്നുണ്ടാകും. പക്ഷെ അല്ലെങ്കിൽ മേപ്പാടിയിലോ കൽപ്പറ്റയിലോ ഇറങ്ങി റോഡ് മാർഗം ഈ ചൂരൽമല ഭാഗത്തേക്ക് വരേണ്ടി വരും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അല്പസമയം മുമ്പ് ഈ ചൂരൽമലയിൽ എത്തി. അദ്ദേഹം രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തൊക്കെ എത്തിയിരുന്നു. മറ്റ് മന്ത്രിമാരുടെ സംഘം എപ്പോഴത്തേക്ക് എത്തുമെന്നറിയില്ല. സൈന്യവും അതുപോലെ 3 സംഘങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അവിടെ ചൂരൽമല ഭാഗത്ത് രക്ഷാ ദൗത്യത്തിന്റെ ഏകോപനം ആരൊക്കെയാണ് കമൽ? ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ ചൂരൽമലയിൽ രാവിലെ മുതൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നാട്ടുകാർ തന്നെയാണ്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസൊക്കെ ഉണ്ടെങ്കിലും സന്നദ്ധ പ്രവർത്തകരാണ് പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. 100 കണക്കിന് ആളുകളാണ് പല മേഖലകളിൽ നിന്ന് പല സംഘടനകളുടെയൊക്കെ ആളുകളായി എത്തിയിരിക്കുന്നത്. അവരാണ് ചൂരൽമലയിൽ ഓരോ വീടുകളിലും കയറി പരിശോധിക്കുന്നതും നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തതുമൊക്കെ. സർക്കാർ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും MLAയും ഉൾപ്പെടെയുള്ളവർ പുലർച്ചെ മുതൽ ചൂരൽമലയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്നാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പക്ഷെ അപ്പോഴും നിസ്സഹായാവസ്ഥ ഉണ്ടായിരുന്നത് മുണ്ടക്കൈയുടെ കാര്യത്തിൽ.